ചൂടുകാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം വണ്ടിയിൽ വരുന്ന ചൂടാണ്. കാരണം വിൻഷീൽഡ് ഫ്രണ്ടിൽ നിന്നും വരും, സൈഡിൽ നിന്നൊക്കെ ചൂട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്ര കട്ടൻ വെച്ചാലും നമുക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല നമ്മളെ ഡാഷ്ബോർഡൊക്കെ ചൂടായിട്ട് ശരിക്കും വണ്ടി ഇങ്ങനെ ഹീറ്റായ വണ്ടിനെ എ സി ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഹീറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കൈയൊക്കെ ശരിക്കും സ്റ്റെയറിംഗ് വീലൊക്കെ പിടിച്ചു പോകുന്ന സമയത്തും ശരിക്കും നമുക്ക് ആ ചൂടിൻ്റെ ഫീല് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് വിസിബിലിറ്റി വേണം, ഡാർക്ക് ആവാതെ എനിക്ക് വിസിബിലിറ്റിയോട് കൂടിയിട്ട് തന്നെ ഈ ചൂടിനെ കട്ട് ചെയ്യാനുള്ള സ്റ്റിക്കർ ഒട്ടിക്കണം. അത് സെർച്ച് ചെയ്തപ്പോഴാണ് കാക്കനാടുള്ള റോഷോയിൽ ഞാൻ എത്തിയത്. അപ്പോൾ ഇവിടെ വന്നു, അജ്മലായിട്ട് ഞാൻ സംസാരിച്ചു. അജ്മലിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലായി തന്നു. അപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ച പോലെ തന്നെ, കാരണം എനിക്ക് ഡാർക്ക് ആവണ്ട, നല്ല വിസിബിലിറ്റി വേണം, പക്ഷേ ചൂട് റിജക്ഷൻ വേണം. നോർമലി ഡാർക്ക് ആയാലാണ് ചൂട് കുറയാൻ തരുന്ന എൻ്റെ ധാരണ. അതെ, ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ്. മാക്സിമം എന്താ പറയുക, വിസിബിലിറ്റി കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് റിജക്ഷൻ കൂടുമെന്നുള്ളത്. ബട്ട് അത് എൻറ്റയർലി റോങ് ഇൻഫർമേഷൻ ആണ്. നമ്മുടെ ഫിലിമിൽ ഡാർക്ക് ആയി എന്ന് വിചാരിച്ചിട്ട് ഹീറ്റ് കൂടണം എന്നില്ല. അത് ഓരോ ഫിലിമിൻ്റെ അഡ്വാൻറ്റേജ് അനുസരിച്ചിട്ടാണ് ഹീറ്റ് റിജക്ഷൻ വരുന്നത്. അപ്പം നമ്മൾ ഒട്ടിക്കുന്ന ഫിലിംസ് ആണെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാനുള്ള ഒന്ന് വിസിബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം, 2 UV റിജക്ഷൻ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാം, 3 ഇൻഫ്രാറെഡ് റിജക്ഷൻ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഇൻഫ്രാറെഡ് റിജക്ഷൻ 90ന് മുകളിലുള്ള ഫിലിം ആണെങ്കിൽ ധൈര്യമായിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ 90ന് മുകളിൽ വേണം ഇൻഫ്രാറെഡ് റിജക്ഷൻ, അപ്പോൾ ചൂട് നമുക്ക് കുറക്കാൻ പറ്റും, മാക്സിമം നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വണ്ടിക്ക് സെലക്ട് ചെയ്തപ്പോൾ ഞങ്ങളത് വെച്ച് നോക്കിയപ്പോൾ ആ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ 99.6% അല്ലേ, 99.99% അത് ശരിക്കും IR റിജക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചൂട് കുറഞ്ഞ് കിട്ടും. വിസിബിലിറ്റി 70, ഏകദേശം 70ൻ്റെ അടുത്തുണ്ട്. 65 കഴിഞ്ഞിട്ട് 70ൻ്റെ അടുത്ത് വിസിബിലിറ്റി ഉണ്ട്. ശരിക്കും എല്ലാ ക്ലാസ്സിലും ഞാൻ ഒട്ടിച്ചത് വിസിബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും വിസിബിലിറ്റി പഴയ പോലെ കിട്ടുകയും ചെയ്യും. IR റിജക്ട് ചെയ്തിട്ട് നമുക്ക് ചൂടൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാനും പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം കിടക്കുന്നത്. നോർമലി വണ്ടികൾക്ക് ഫ്രണ്ടിലും ബാക്കിലും പോയ എത്രയാണ്? 70%. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് 70% ഫ്രണ്ടിലും ബാക്കിലും സുതാര്യത വേണം എന്നുള്ളതാണ്. സൈഡ് ഗ്ലാസ് അപ് ടു 50% വരെ പോകാം. എന്നാൽ പോലും നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുക. കാരണം ഓരോ കസ്റ്റമേഴ്സിനും ഓരോ റിക്വയർമെന്റ് ആയിരിക്കും. ഇപ്പോൾ സാറിന് വേണ്ടത് മാക്സിമം വിസിബിലിറ്റി വേണം, അതുപോലെ തന്നെ മാക്സിമം ഹീറ്റ് റിജക്ഷൻ വേണം. ചിലവർക്ക് എന്ന് വെച്ചാൽ മാക്സിമം ഈ ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്ന സുതാര്യതയിൽ നിന്നുകൊണ്ട് പരമാവധി വിസിബിലിറ്റി കട്ട് ഓഫ് ചെയ്ത് മാക്സിമം ഹീറ്റ് റിജക്ഷൻ വേണം എന്നുള്ളതാണ് കുറച്ച് പേരുടെ റിക്വയർമെന്റ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മീൻസ് അത് നമുക്ക് ബബിൾസും പൊടിയൊന്നും അധികം വരാതിരിക്കാൻ നമ്മൾ മെയിൻലി പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് ഷോപ്പിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ പരമാവധി പറഞ്ഞ ഡസ്റ്റ് കാര്യങ്ങൾ വരത്തില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഡസ്റ്റ് കാണുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പിന്നീട് അത് കളഞ്ഞിട്ട് വീണ്ടും ഒട്ടിക്കേണ്ട ഇത് വരും. അപ്പോൾ പരമാവധി ഇത്തരത്തിലുള്ള ഒരു ക്ലോസ്ഡ് ഏരിയയിലിട്ട് ചെയ്യുന്ന ഷോപ്സിൽ ചെയ്യാൻ നോക്കുക, ചെയ്യാണ് നല്ലത്. പിന്നെ അപ്പോൾ അജ്മൽ ഇവിടെ നോർമലി ഏതൊക്കെ കമ്പനികളുടെ? നമ്മൾ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നുണ്ട്. ഇപ്പം റിസോ എന്ന് പറഞ്ഞ കൊറിയൻ ബ്രാൻഡ് ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ കർവാറെ പോലത്തെ ബ്രാൻഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രാൻഡ് അനുസരിച്ചിട്ട് തന്നെ വാറണ്ടിയിൽ ടൈംസിൽ വ്യത്യാസം ഉണ്ടാകും, പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം 5 വർഷത്തെ വാറണ്ടി, അതുപോലെ ഇപ്പോൾ റിസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ലൈഫ് ടൈം വാറണ്ടി വരെ കൊടുക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ അടുത്തുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലെ ക്രാക്കോ അല്ലെങ്കിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫിലിം റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ബ്രാൻഡ് പറഞ്ഞിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ റീപ്ലേസ്മെന്റ് വേണമെങ്കിൽ റീപ്ലേസ്മെന്റ് ചെയ്തു. അപ്പോൾ നോർമലി ഇപ്പോൾ കാർവാറൊക്കെ ആണെങ്കിൽ 5 വർഷം കൊടുക്കും, 5 years ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ വാറണ്ടി ഒക്കെ ഉണ്ട്? വാറണ്ടി 5 yearsനൊന്നും നോക്കണ്ട അല്ലേ? ഒന്നും നോക്കണ്ട. ഇപ്പോൾ നോർമലി ഞാൻ വണ്ടി കൊണ്ടുവന്നപ്പോൾ, പണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒട്ടിച്ചപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞ് പോയിരുന്നു. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 1.5-2 മണിക്കൂർ ആവാറ്, ഇതുവരെ കഴിഞ്ഞില്ല. ഒരു സൈഡ് തീർന്നു വരുന്നേ ഉള്ളൂ. അത് എന്തുകൊണ്ട് എത്രയും സമയം എടുക്കുന്നത്? നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട്, ഒന്ന് ഇവിടെ നമ്മൾ ചെയ്യുമ്പം സമയം കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബബിൾസിൻ്റെ എണ്ണം കൂടും. കാരണം പ്രോപ്പറായിട്ട് നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ ബബിൾസോ ഡസ്റ്റോ. അപ്പം ഇവിടെ നമ്മളിത് സമയം എടുത്ത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പരമാവധി ബബിൾസിൻ്റെ എണ്ണം കുറച്ച്, അതുപോലെ തന്നെ ഡസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആവറേജ് നമ്മൾ കസ്റ്റമറെ വിളിക്കുമ്പോഴും പറയാറുണ്ട്, ഒരു 3 മണിക്കൂർ അപ്രോക്സിമേറ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ബുക്കിംഗ് എടുക്കാറ്. ഇനിയിപ്പോൾ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ വീഡിയോ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പല ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ വിളിക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാനാണെങ്കിൽ നമ്മുടെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ഓരോ ഗ്ലാസ്സിൽ ചെക്ക് ചെയ്ത് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് കൃത്യമായി കസ്റ്റമർ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ താഴത്തെ നമ്പറിൽ വാട്സപ്പ് അയക്കാം. വാട്സപ്പ് അയക്കായിരിക്കും നല്ലതല്ലേ? വാട്സപ്പ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുഴപ്പമില്ല. അപ്പോൾ വന്നിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഒട്ടിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെ. എന്തായാലും താങ്ക് യു സോ മച്ച്.